തിരുവനന്തപുരം നഗരത്തിൽ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവർ ഊബർ അടക്കമുള്ള ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരായി നിരത്തിലിറങ്ങുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ ഇന്റലിജൻസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. രാത്രിയിൽ സ്ത്രീകളടക്കം നിരവധി പേരാണ് ഓൺലൈൻ ടാക്സികളെ ആശ്രയിക്കുന്നത്. ചേട്ടാ 7466 തിരുവനന്തപുരത്ത് ഞാനടക്കമുള്ള സ്ത്രീകൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ യാത്ര ചെയ്യാനായി ഏറ്റവും എളുപ്പം ആശ്രയിക്കുന്നത് ഊബറിനെയാണ്. ബംഗളൂരുവിലെയും കൊച്ചിയിലെയും പോലെ സമീപകാലത്ത് തിരുവനന്തപുരം നഗരത്തിലും ഊബർ അടക്കമുള്ള ഓൺലൈൻ ടാക്സികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നഗരത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലും IT കമ്പനികളിലുമൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർ രാത്രികാലങ്ങളിൽ കൂടുതലും ആശ്രയിക്കുന്നത് ഇപ്പോൾ ഊബർ ബൈക്കുകളും ഒപ്പം തന്നെ ടാക്സികളുമാണ്. തിരുവനന്തപുരത്ത് ഊബർ ബൈക്കുകൾ ഓടി തുടങ്ങിയിട്ട് അധികം മാസങ്ങളായിട്ടില്ല. തുടക്കത്തിലൊക്കെ പെൺകുട്ടികൾക്ക് ഈ ബൈക്കിൽ കയറാനായിട്ട് സുരക്ഷയുടെയും കംഫർട്ടിന്റെയും ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പതിയെ അതൊക്കെ മാറി വരികയാണ്. അതിനിടയിലാണ് ആകുലപ്പെടുത്തുന്ന ഒരു വിവരം മാതൃഭൂമി ന്യൂസിന് ലഭിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ രാത്രികാലങ്ങളിൽ ഊബർ ടാക്സികളിലടക്കം കുറ്റവാളികളിൽ ചിലർ ഡ്രൈവർമാരായി എത്തുന്നു എന്നുള്ളത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഡാൻസ് ഓഫ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിവരം ലഭിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചും ഈ വിവരം സ്ഥിരീകരിക്കുന്നുണ്ട് അവരുടെ റിപ്പോർട്ടുകളിൽ. ഏതായാലും രാത്രിയിൽ ഊബർ ഡ്രൈവർമാരായി കുറ്റവാളികൾ എത്തുന്നത് അത്ര നല്ലതല്ല. അവർ എന്തിനാണ് ഇങ്ങനെ വരുന്നതെന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തേണ്ടതുണ്ട്. കാരണം സ്ത്രീകളടക്കമുള്ളവർ യാത്ര ചെയ്യുന്നതാണ്. ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് അതിനുള്ള പ്രതിവിധി കാണുന്നതാണ്. ഇപ്പോൾ സമയം കൃത്യം 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഊബർ കാറുകൾ സേഫ്റ്റിയൊക്കെ മാനിച്ച് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. കുറ്റവാളികൾ ഡ്രൈവർമാരായി എത്തുന്നത് സ്ത്രീകളടക്കമുള്ളവർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അത്തരം പരാതികൾ ഉയരും മുമ്പ് പോലീസ് ഉണർന്നു പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ദുവിനും രാകേഷിനും ജയചന്ദ്രനുമൊപ്പം അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അനന്തകൃഷ്ണൻ തന്നെ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ അനന്തൻ, ഗുഡ് മോർണിംഗ്. ഞെട്ടിക്കുന്ന വിവരമാണിത്. ഈ കുറ്റവാളികൾ എന്തിനാണ് ഇത്തരത്തിൽ രാത്രിയിൽ ഈ സർവീസ് നടത്തുന്നത്? അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി നടത്തുന്നതാണോ? കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി നടത്തുന്നതാണോ? ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒക്കെ ഈ പരിശോധനകളും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാമോ? മോത്തി, ഗുഡ് മോർണിംഗ്. നമുക്ക് അറിയാം, തിരുവനന്തപുരത്ത് ഇപ്പോൾ നമ്മൾ ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ ടാക്സികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ സ്ത്രീകളടക്കമുള്ളവർ ജോലിക്കൊക്കെ പോകുന്നവരും ഇപ്പോൾ കൂടുതൽ ആൾക്കാരും സ്വന്തം വാഹനം എടുക്കുന്നതിനെക്കാട്ടിയും പാർക്കിംഗ് സൗകര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് ഈ ഓൺലൈൻ ടാക്സികളെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് കുറ്റവാളികളെയും സ്ഥിരം കുറ്റവാളികൾ, അതുപോലെ തന്നെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവർ, മയക്കുമരുന്ന് കച്ചവടക്കാരൊക്കെ, അവരെയൊക്കെ പോലീസ് ഇപ്പോൾ നിരന്തരം നിരീക്ഷിക്കുകയും അവരെ ചിലരെയൊക്കെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അതിൻ്റെ ഭാഗമായി ഈ ഡാൻസ് ഓഫും ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ നടത്തിയ അന്വേഷണത്തിലാണ് ഒരു വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം പോലീസിന് ലഭിച്ചത്. ഇവരിൽ പലരും, അതായത് നഗരത്തിലെ സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള പലരും രാത്രികാലങ്ങളിൽ ഓൺലൈൻ ടാക്സികളുടെ ഡ്രൈവർമാരായി പോകുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. ഒരു വാഹനവും ലൈസൻസും ഒപ്പം തന്നെ ഒരു മൊബൈൽ ഫോണോ ഒരു ആപ്പും ഉണ്ടെങ്കിൽ ആർക്കും ഇത് ഡ്രൈവറാകാം. അതിനകത്ത് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. കമ്പനികൾക്കും അങ്ങനെയില്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ ഓൺലൈൻ ടാക്സി ഓടിക്കാം. അപ്പോൾ അങ്ങനെ ഈ രാത്രിയിൽ ഇവരെന്തിനാണ് ഈ ഓൺലൈൻ ടാക്സിയിൽ പോകുന്നത് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. കാരണം ഇതിനകത്ത് ഒന്നുകിൽ രണ്ട് കാര്യങ്ങളായിരിക്കും. സാധാരണഗതിയിൽ അവർ ആ കുറ്റകൃത്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം, മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ ജോലിക്ക് ഇറങ്ങുന്നു എന്നുള്ളത്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇവർക്കുണ്ടാകും. പ്രത്യേകിച്ച് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ഓൺലൈൻ ടാക്സിയിൽ ലഹരി കടത്തിയാലൊക്കെ രാത്രിയിൽ ടാക്സി ഓടിക്കുന്ന സമയത്ത് ലഹരി കടത്തും, ലഹരി വിൽപ്പനയും, ലഹരി വിതരണവും ഒക്കെ നടത്താം. അപ്പോൾ അതാണോ ഇവർക്ക് ഇതിന്റെ പിന്നിൽ ഉള്ള ലക്ഷ്യം എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. കാരണം അങ്ങനെ നിലവിൽ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശം പെരുമാറ്റമോ അതല്ലെങ്കിൽ ആക്രമണ സ്വഭാവമോ ഒക്കെ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളുമില്ല, പരാതികളുമില്ല.
ചില പരാതികൾ ചിലരുടെ ഭാഗത്ത് നിന്ന്, അതായത് വളരെ ചില സംസാരത്തിൻ്റെ പേരിലൊക്കെയുള്ള പരാതികൾ ലഭിച്ചതൊഴിച്ചാൽ മറ്റില്ല. പക്ഷേ നമുക്കറിയാം, ബംഗളൂരുവും ഡൽഹിയിലും മുംബൈയിലുമൊക്കെ ഇത്തരം ടാക്സികളിൽ പോയ ആൾക്കാർക്ക് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ വാഹനം ഓടിക്കുന്നത് അത് അത്തരം ചില ഇൻസിഡൻറ്റുകളിലേക്ക്, ചില സംഭവങ്ങളിലേക്ക് അങ്ങനെ ഒരു വഴി തുറക്കാം എന്നുള്ളൊരു സംശയം കൂടി പോലീസിന് ഉണ്ട്. കാരണം എപ്പോഴാണ് ആൾക്കാർ എങ്ങനെയായിരിക്കും കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുക? ഇപ്പോൾ ഊബറിൽ ടാക്സി ഓടിക്കുന്ന മനുഷ്യരെ എല്ലാവരെയും അത്തരം ഒരു സ്ക്രീനിങ് പ്രോസസ്സിന് വിധേയരാക്കണം എന്നതാണോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് ചില അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടത്തുന്നുണ്ട്. ചില നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം ഒരു ഇങ്ങനെ ചില ആൾക്കാർ ഈ ടാക്സികൾ ഓടിക്കുന്നു എന്നുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻസാഫാണ് വിവരം നൽകിയത്. അപ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് കാണുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉടൻ തന്നെ സിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രാത്രിയിൽ എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സ്ഥിരമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മൾ ഒരു ടാക്സി വിളിച്ചു പോകുമ്പോൾ അതിനകത്തിരിക്കുന്ന ആൾ അയാളുടെ പക്കൽ ലഹരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയുമില്ല. ഇത് പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ നമ്മൾ കൂടി കുടുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം ഒരു നടപടിക്രമം പോലീസ് ആലോചിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇങ്ങനൊരു വിവരം പോലീസിന് ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഗൗരവത്തിൽ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് എടുത്തിട്ടുണ്ട്. മോദി.